അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 7ാമത്തെ ദിവസമാണ്. ഞങ്ങൾ കാപ്പി മേടിക്കാനായിട്ട് രാവിലെ ഞാനും അമ്മയും കൂടെ പോകണം കേട്ടോ. പിന്നെ അമ്മയും കുഞ്ഞും അമ്മ എണീച്ചു, പിന്നെ പിള്ളേർ രണ്ടുപേരും എണീറ്റിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി. അമ്മയും കൂടെ വരുവാണെങ്കിൽ ഇപ്പോൾ 2 പേർക്കുള്ളത് കിട്ടില്ല. ഇതിമൊക്കെയുള്ളത് ഇവിടെ കൊടുക്കുമല്ലോ, അപ്പോൾ 2 പേർക്കുള്ളത് കിട്ടും. ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാം. മാസ്കാ ഓക്കെ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഈ കുട്ടിയമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് 2 മാസം കൂടി പീരിയഡ്സ് ആവുന്നത്. അപ്പോൾ ഇന്ന് പീരിയഡ്സ് ആയിരുന്നു. ഭയങ്കര നടുവിനെ വയറുവേണ്ടിട്ട് നടക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ പയ്യെ പോട്ടെ. പിന്നെ അമ്മച്ചിക്ക് ഇവിടുത്തെ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടല്ലോ, അപ്പോൾ ഞാനും കൂടെ പോയില്ല ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ കൂടെ വന്നെങ്കിലേ നമുക്ക് 2 പേർക്കുള്ളത് മേടിക്കാൻ പറ്റത്തുള്ളൂ. വെള്ളം എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പുതിയ ബ്ലോക്കിലാണ് കേട്ടോ പോകുന്നത്. നല്ല മഴയായിരുന്നു, വിജനമായിട്ട് കിടക്കും കേട്ടോ. രാവിലെ നല്ല തണുപ്പും. ഞാൻ എപ്പോഴും വന്ന് നോക്കുന്ന സ്ഥലമാണ് കേട്ടോ എന്നെ. എന്താ പിന്നെ ഞാൻ നടന്ന് ഏകദേശം ഈ ഡ്രസ്സിൻ്റെ അറ്റച്ചിലാണെന്ന് തോന്നുന്നത് ഒരു 3-4 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം നോക്കിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതിനേക്കാളും ഞാൻ 62 കിലോ ആയിട്ടുണ്ട്. ഞാൻ 66 കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് 62 കിലോ ആയിട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് പോകാം. നമ്മൾ വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. നമുക്ക് വെള്ളം എടുക്കാതെ. ഈ കാലാവസ്ഥ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ്. നല്ല മഴയായിരുന്നു രാത്രിയിൽ. അപ്പോൾ ചെറിയ തോതിൽ ലിതിമോക്ക് ഈ ജലദോഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റിനെ പെട്ടെന്ന് അങ്ങ് മാറിയതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. തെന്നുന്നു. അയ്യോ, നമുക്കിത് കൊണ്ട് വെച്ചിട്ട് പോയി മേടിച്ചുകൊണ്ട് വരാം. അമ്മേനെ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. 7 മണി 7:30 ആവും വരാനായിട്ട്. കൊണ്ട് വെച്ചിട്ട് വരാം. നമുക്ക് സൺഡേ ആയതുകൊണ്ട് ഫുഡ് പുറത്തില്ല, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇനി ക്യാൻറ്റീനിൽ പോയി മേടിക്കണേ. അപ്പോൾ പോകാനായിട്ട് ഞാൻ ഇരിക്കാം. കാപ്പിയും മേടിക്കണം. പിന്നെ അതല്ല നമ്മുടെ ചുന്തരിക്കുട്ടി ചടകുടഞ്ഞ് എണീക്കുന്നുണ്ട്. ചടകുടഞ്ഞ് ഇങ്ങനെ വന്നേ. അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ അമ്മയും കൊച്ചിനും വേണ്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ല. അവൾ വിളിച്ചില്ല. ഞാൻ കുട്ടിയമ്മ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദിയുടെ ഞങ്ങൾ ജാക്കിച്ചാത്തി അങ്ങനെ കാപ്പി മേടിക്കാനായിട്ട് പോകട്ടോ. അപ്പം ആദ്യം പറഞ്ഞില്ല, നമുക്കിവിടെ സൺഡേ ആയതുകൊണ്ട് ഫുഡ് പുറത്തു വരുന്നില്ല. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ളൂ. അപ്പോൾ ആരും മറക്കണ്ട. ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ സൺഡേ ഒന്നും ഇല്ല കേട്ടോ. ഇച്ചിരി കുറച്ചധികം നടക്കാനുണ്ട്. ക്യാൻറ്റീൻ വരെ പോകണ്ടേ. പിന്നെ ഇത് നമുക്ക് കുളിക്കാനുള്ള വെള്ളം എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കാപ്പി മേടിച്ചു, ഇടിയപ്പവും പിന്നെ പീസ് കറി. പിന്നെ ലിജിമോക്ക് റസ്ക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടേ. ഇന്നും ബണ്ണ് കഴിക്കുമല്ലോ, റസ്ക് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കാപ്പി മേടിച്ചേ. ഇച്ചിരി ചൂടോടുകൂടി കാപ്പി കുടിക്കാൻ എന്നും കുടിക്കണം. പാൽച്ചായ ആണ് സാധാരണ കുടിക്കുന്നത്, പക്ഷേ പാൽച്ചായ കുടിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ. അമ്മതേ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണും ഏലിക്കുട്ടിയമ്മ അവിടെ ഇരിക്കുകയാണ്. ആദ്യം ഇവിടെ കിടന്നുറങ്ങുകയാണ്.
എനിക്കൊന്നും മതി. കഴിക്കാൻ ദിവസം ഒരു സാധനം കഴിക്കണ്ട. അപ്പൊ കുടലിങ്ങനെ ചെറുതായി ചെറുതായി വരുമ്പോ ആഹാരം കഴിക്കുമ്പോ പുറത്തോട്ട് എടുത്തു. റസ്ക് മേടിച്ചു. റസ്കൊക്കെ മുക്കി തിന്നാം. എനിക്കിഷ്ടമല്ല എന്നാത്ത ഈ ഇട്ടിയപ്പം അപ്പം ഒന്നും ഇഷ്ടമല്ല. ദോശ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അവിടെ ദോശയില്ല. അപ്പനും ഒട്ടും ഇഷ്ടമല്ല. അവിടുത്തെ അപ്പം എന്ന് വെച്ചാൽ കല്ല് പോലെ ഇരിക്കും. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അപ്പം എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പ്രത്യേക ടേസ്റ്റ് ഇല്ല. പക്ഷെ ഇവിടെ പുറത്തുനിന്ന് നമ്മുടെ അവിടുത്തെ നല്ല അപ്പവാടി. എന്തായാലും ബുധനാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടോ പോകാൻ പറ്റുള്ളൂ. കുഞ്ഞാവയ്ക്കൊരു വാക്സിൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ കേൾവി ശക്തിയുണ്ട്. അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ടേ. ചൂടുവെള്ളം എടുക്കാം. ഇന്നത്തെ മഴയുടെ നന്നായിട്ട് മൂടി അതുപോലെ മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാപ്പി കുടിക്കുക കേട്ടോ. നല്ല പീസ് കറി ഇടിയപ്പം ഉണ്ട്. ബാക്കി എല്ലാവരും കഴിച്ചു. അപ്പം ഞാൻ കഴിക്കാൻ പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളം കൊണ്ടുവരാതെ റൂമിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ഞാനും ആദ്യം കൂടെ കടയിലേക്ക് പോകണം കേട്ടോ. അഭിരുചി നോക്ക് എന്തെങ്കിലും അടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു പറഞ്ഞ് അപ്പം മേടിച്ചോട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് തുണി വിരിക്കാൻ വേണ്ടിയിട്ട് തുണി അലക്കി വെച്ചിട്ടുണ്ട്. അത് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്ലിപ്പും കൂടെ വാങ്ങണം. അതൊക്കെയാണ് പ്ലാൻ. ഞാനവിടെ ക്യാൻറ്റീനിൽ പോയിട്ട് ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ് അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പണി നടക്കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം പിണങ്ങിപ്പോയേ ഞാൻ പറഞ്ഞു രാവിലെ എന്താ അവനെ മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര രാവിലെ അത് കഴിക്കേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് അവൻ പിണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പോയിട്ട് വേണമെങ്കിൽ ഞാൻ ആശ്വസിക്കുക. ഞാൻ പുറത്ത് പോയി നോക്കട്ടെ ഉണ്ടോന്ന്. നമ്മൾ ഈ തുണിയൊക്കെ ഹാങ് ചെയ്യുന്നൊരു ക്ലിപ്പുണ്ടല്ലോ, ആ ക്ലിപ്പിന് എന്താ പേര് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ആ ക്ലിപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ. ചേട്ടാ ഈ തുണിയൊക്കെ ഹാങ് ചെയ്യുന്ന ക്ലിപ്പുണ്ടോ? ആ ഈ അത് ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കയ്യിൽ മേടിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ പേയിൽ എനിക്ക് ക്യാഷുള്ള, കയ്യിൽ ക്യാഷില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുക കേട്ടോ. ഗൂഗിൾ പേ ഉള്ള കടയിൽ ഉണ്ടാവുമെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ മേടിച്ച സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് മേടിച്ചാൽ മതിയായിരുന്നു. നമുക്കിനി എന്തെങ്കിലും കഴിക്കാൻ ഇതിനൊക്കെയുള്ളത് മേടിക്കണം കേട്ടോ. എല്ലാവർക്കും മേടിക്കണം. അപ്പോൾ നമ്മുടെ ആ ചായക്കടയില്ല, അവിടെ പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. നല്ല സൗണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ പാടില്ല. അല്ലാത്ത കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഉണ്ടോയെന്ന് നോക്കാം. വീഡിയോ എടുക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത്. അതാകുമ്പോൾ അത്രയധികം ആൾക്കാർ ശ്രദ്ധിക്കത്തില്ലല്ലോ. ഇങ്ങനെ പിടിച്ചാൽ ശരിക്കും ശ്രദ്ധിക്കും. അതാണ്. ഇവിടെ പോവാമേ, അവിടെ പോന്നു തുണി വിരിച്ചിടാൻ പോവാട്ടോ ഞങ്ങൾ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പുറത്ത് ഇരിക്കില്ല. ഇരിക്കാൻ സ്ഥലം കാണില്ലായിരിക്കും. നോക്കാം, അടുത്തോടെ കാണും ഒരുമിച്ചേ. അതെ, ഇത് ഒരുപാട് ആൾക്കാരെ തുണി വിരിച്ചിട്ടേക്കുന്നതാണ്. അയ്യോ, ക്ലിപ്പ് രണ്ടെണ്ണം ഒരുമിച്ച് ക്ലിപ്പാക്കി. നാളെ രാവിലെ ഇളക്കണ്ട, അമ്മ പോവല്ലേ വീട്ടിൽ. എടുത്തു തരാം. ക്ലിപ്പിട്ട് കൊടുക്കാം. രണ്ടെണ്ണം ഒരുമിച്ച് ക്ലിപ്പിട്ടാൽ പോരെ.
ഇവിടെ രണ്ടെണ്ണം കൂടെ വിരിച്ചോ അമ്മ. ഇതിവിടെ കൊച്ചിൻ്റെ അല്ലാത്തത് താഴെ മുട്ടും, താഴെ മുട്ടും. പിന്നെ ഇന്ന് ആൾക്കാർ തുണി വിരിക്കുന്നതുകൊണ്ട് ചെളിയാവില്ല, വേറെ പിള്ളേരെയും കിടക്കുന്നതുകൊണ്ടേ മാറിപ്പോ. ഇനി അങ്ങ് കൊച്ചിനെ അങ്ങ് വിരിക്കേ, സെറ്റാവില്ല. ഇന്നിപ്പോ എടുത്തില്ലാലും കുഴപ്പമില്ല, എടുത്തോണ്ട് പോകും ആൾക്കാർ. ആരെടുത്തോണ്ട് പോയാൻ പറ്റില്ല. എടുത്തോണ്ടൊന്നും പോയില്ല. ഞാൻ ഇന്നലെ കൊണ്ട് വിരിച്ചിട്ടല്ലേ ഷർട്ടും ഇതൊക്കെ. ഇതൊക്കെ എനിക്ക് ഭയങ്കര നടുവേന കേട്ടോ. 2 മാസം കൂടി പീരിയഡ്സ് ആകുന്നതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ സഹിച്ചാണ് നടക്കുന്നത്. അതിലിട്ടാ പോരോ. കുഞ്ഞാപ്രിയുടെ കുഞ്ഞൊരു. അപ്പോൾ വിരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കയറി പോകട്ടോ. ഇന്നിപ്പം ഒരു മഴയ്ക്കുള്ള കോളൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ നല്ല മഴ പെയ്തതുകൊണ്ട് അയ്യോ ഒത്തിരി തുണി അലക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നനഞ്ഞ് കിടക്കുന്നുണ്ട്. മേത്തോടൊക്കെ പറ്റുമ്പോൾ വെള്ളമാവണം. ഞങ്ങൾ കുനിഞ്ഞ് പോവാം. അയ്യോ എൻ്റെ ദൈവമേ, അമ്മേ ഇറങ്ങി. അയ്യോ നട്ടുവെന്ന് വെച്ചാൽ നടുവും വയറും പൊളിഞ്ഞു വരിക. എന്നാ പൊക്കോ, നാളെ വന്നാൽ മതി. ആദ്യം നെയ്യാതി ഞാനും എടുക്കുമല്ലേ. പപ്പാതി ഞാൻ കുറച്ച് ഇരുപത്തിയമ്മയാണ് പിടിച്ചോ, താഴെ നന്നായിട്ട് പിടിച്ചോ. അതിനെ പിടിച്ചിട്ടില്ല. അതിനെ ആ മടിയിലേക്ക് വെച്ചു കൊടുത്താൽ മതി. തന്നെ വേണ്ട, അമ്മയും പിടിച്ചാൽ മതി. എന്നിട്ട് തന്നെ വേണ്ട, അങ്ങനെ മതിയില്ലേ, അതിങ്ങനെ ഇരുന്നാൽ പോരെ. ആദ്യം ഇഷ്ടപ്പെട്ടു. ഇതാണ് ആദ്യം ഷർട്ടിട്ടില്ല. ഞാൻ വീഡിയോ പിടിക്കുകയാണെങ്കിൽ ഷർട്ടിട്ടില്ല നമുക്കിടക്കും. ഷർട്ടിട്ട് അറിയത്തില്ല, എനിക്ക് മാത്രം പൊങ്ങിയിരിക്കുന്നതാണ്, ബാക്കി കൊച്ച് കിടക്കുന്നുണ്ടാണ്. എല്ലാം തിന്നല്ലേ ഇത് കൊണ്ടാണ് പോകാൻ. അതെ കുറേ മീൻ ആരൊരു മെങ്ങുമായി. ആദ്യം എന്ത് പറയുന്നു, നമുക്ക് കെയർ ചെയ്യാനൊക്കെ നല്ല ഇതാണ്ടോ. അതൊക്കെ ആദ്യം ചെയ്തോളൂ. ഇപ്പൊ നീ കെയർ ചെയ്തോ, കുറച്ച് കഴിയുമ്പോൾ നിന്നെ കെയർ ചെയ്തോളൂ. അല്ല പാപ്പ, എൻ്റെ കൂടെ സ്കാൻ ചെയ്യാനും ആശുപത്രിയിൽ എന്തെങ്കിലും കാര്യത്തിനൊന്നുണ്ടല്ലോ. അതല്ലേ പറഞ്ഞേ, വണ്ടിയെ പിടിച്ചു വരുന്നാൽ എല്ലാ കാര്യം അവൻ ചെയ്യും. ആ വണ്ടിയിൽ നിന്ന് ഇറക്കാനൊക്കെ ഇവര് പപ്പയും മോനും ബാക്കിലെ സീറ്റ് കിട്ടിയെങ്കിൽ വന്ന് ഫ്രണ്ടിൽ നിന്ന് വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ വിളിച്ചു. വണ്ടിയെ കയറ്റും, അതൊക്കെ അവൻ ശ്രദ്ധിച്ച് ചെയ്യും. അതല്ല പറഞ്ഞേ, ഇവള് പറയാറാകുന്ന ഒരു കുസൃതി ഇത് കാണിച്ചിട്ടുണ്ട്. ഇവള് 10 വയസ്സിന് വ്യത്യാസമല്ലേ എതിർക്കുന്ന പറഞ്ഞ. അപ്പൊ അവൾക്ക് അത്ര ഇതുണ്ടാവില്ലല്ലോ. അപ്പൊ അവള് പറയും നിഷ്കളങ്കായിരിക്കില്ലേ. അപ്പൊ ഇവള് പറയും നീ എന്തായാലും ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചു 10ൽ എത്താറാകുമ്പോ, 10ലല്ല +1 കൊച്ചു 1ാം ക്ലാസ്സിലോട്ട് ചെയ്യുന്നു. 5ലോട്ടല്ലേ ആയുള്ളൂ. 6 വയസ്സ് ചേർക്കാൻ ചെല്ലുമ്പോ കൊച്ചു ആദ്യം +1. ഇല്ലാന്ന് പറഞ്ഞു കൊച്ചു അല്ലേ. പറഞ്ഞതാ അല്ലേ. ആദ്യം എങ്ങോട്ടും ഇല്ല. കുഞ്ഞാവൊക്കെ ആയിട്ട് വിദ്യമ്മയുടെ കൂടെ ഉള്ളൂ. കുഞ്ഞാവയുടെ കൂടെ അല്ലേ. എവിടെ പോകുന്നു? കുളിക്കാൻ വെള്ളം എടുക്കാൻ പോകുന്നു. അതെ, അതുപോലെ നമ്മൾ കുളിക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പോകാനായിട്ട്. ഞങ്ങൾ കുളിക്കാൻ വെള്ളം എടുക്കാൻ പോവാം. എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇഷ്ടം. എത്ര ചൂടാണെങ്കിലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇഷ്ടം. കൊല്ലത്തൊക്കെ ആണെങ്കിലും അത്ര തണുത്ത വെള്ളമല്ല, പക്ഷെ ഇവിടെ ഭയങ്കര തണുത്ത വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കുളിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇത് നോക്കും. ആദ്യം തണുത്ത ചൂടുവെള്ളവും അമ്മച്ചിക്ക് തണുത്ത വെള്ളം മതി. അപ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഇരുട്ടാണേ. പാമ്പൊന്നുമില്ല.
വേണ്ട പൈപ്പ് വെച്ച് തുറന്ന് വിടണേ. അല്ല ബക്കറ്റ് വെച്ചിട്ട് അങ്ങ് തുറന്ന് വിട്ടാൽ മതി. എന്നിട്ട് നല്ല ചൂടാവുമ്പോൾ ആ ഇത് ആവി വെച്ചോ. അല്ല വേ ഭയങ്കര തണുപ്പായിരിക്കും. മറച്ചു കളഞ്ഞാൽ മതി. അന്നേരം അവിടെ കുടിയാവില്ലേ. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അപ്പം അമ്മച്ചിയാണെങ്കിൽ ഇതേ മതിലാണെന്നും പറഞ്ഞത് ഇവിടെ ഇരിക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. ഞാനും ആദ്യം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇരിക്കാൻ തുടങ്ങിയതാണ്. അയ്യോ ആ ചൂടായി വരുന്നത്. ചൂടായി തണുത്തോളം മറച്ചു കളഞ്ഞു. തെളച്ചുള്ളത് ഇത് മതി. ചുമന്നോണ്ട് പോകാൻ പാടാന്നാ. മതി 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 മതി. ഞങ്ങളിതേ എടുത്തോണ്ട് പോവാണ് കേട്ടോ. സൗണ്ട് ഭയങ്കര. ഇതിമ്മടെ ചുന്തിരിവാവേണിത്. അവിടെ പൊന്നാണിത്. ഒന്തടി എന്താണോ എന്താണ് വാവേ ചക്കരേ എന്താണ്? ഉറങ്ങിയ കുഞ്ഞുവാവ ഉറങ്ങിയ പൊന്നേ. ഫോട്ടോതെറാപ്പി യൂണിറ്റിൽ ചെന്നിട്ട് വാവേനെ കിടത്തി അവിടെ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാവനെ റൂമിലാക്കി ഞാനും ഏലിക്കുട്ടിയമ്മയും കൂടി ഫുഡ് മേടിക്കാനായിട്ട് തട്ടുകടയിൽ വന്നതാണ് കേട്ടോ. നമ്മൾ ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും ആദ്യം കൂടെ സെക്യൂരിറ്റിയുടെ അടുത്ത് വരെ ഒന്ന് പോവാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപ്പ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാപ്പൻ്റെ വണ്ടിയുടെ താക്കോല് മിസ്സായിപ്പോയി. അപ്പോൾ ഇവിടെ കോമ്പൗണ്ടിൽ ഇട്ടേക്കും. അപ്പോൾ പാപ്പനത് പറഞ്ഞില്ല. അപ്പോൾ സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാപ്പൻ്റെ വണ്ടി കണ്ടില്ല എന്നുള്ള കാര്യം ഞങ്ങളവിടെ നിന്നൊരു വണ്ടിയുടെ താക്കോല് കണ്ടില്ല എന്നുള്ളത് ഞങ്ങളവിടെ ഒരു സെക്യൂരിറ്റിയോട് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കാരണം നമ്മൾക്ക് ഇവിടെയാണ് ഡ്യൂട്ടി. അങ്ങനെ നിങ്ങളുടെ എവിടെ വണ്ടി കിടക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ എവിടെ കിടക്കുന്നത്. എനിക്കങ്ങനെ അധികം ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പോരാൻ തുടങ്ങിയപ്പോൾ മറ്റേ അപ്പുറം ഇരുന്ന സെക്യൂരിറ്റിയോട് ഈ സെക്യൂരിറ്റി കാര്യം പറഞ്ഞപ്പോൾ പുള്ളി നമ്മളെ വണ്ടി കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് താക്കോലെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ചിലവ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലവ് ചെയ്യാൻ പറയാമല്ലേ? അല്ലേടാ അത് എന്തായാലും ചിലവ് ചെയ്യാൻ പറയണം. കാരണം ആരെങ്കിലും ഇതില്ല. കാരണം ആരെങ്കിലും സാധനം അടിച്ചുകൊണ്ട് പോയാൽ, കാരണം ഈ വണ്ടിക്കകത്തിരുന്നതാണെന്നാണ് പറഞ്ഞത്. ലൈറ്റൊക്കെ തെളിഞ്ഞ് കിടക്കുമായിരുന്നെന്ന്. അപ്പോൾ എന്തായാലും കിട്ടി. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടി പോട്ടെ. അത് വേസ്റ്റ് എൻ്റെ കയ്യിൽ പേപ്പറും പിന്നെ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് അതൊക്കെ ഇടാൻ പോകണേ. അയ്യോ, നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കുഞ്ഞു പച്ചയില്ലേ? അയ്യോ ഒരു മിനിറ്റ്. ഈ കുഞ്ഞു പച്ചയ്ക്ക് അതിന് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇടുന്നില്ലേ? ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് പേപ്പർ വേസ്റ്റ് അതെല്ലാം കുടഞ്ഞു കിട്ടും. വെള്ളം കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ബിങ്കോടെ ഒക്കെ കവറാവും. ഇവിടെ ഇതെടുത്തു. ഇതിൻ്റെ അകത്ത് തുണി ഡയപ്പറൊക്കെ അങ്ങനെ ഇട്ടോ ഇറക്കിട്ടോ. ആദ്യം മതി ഒത്തിരി വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം 7ാമത്തെ ദിവസമായിരുന്നു. ഇങ്ങനെ സന്തോഷമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഈ 7ാമത്തെ ദിവസവും കടന്നു പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്കും സ്നേഹിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. ഞാൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ തൊട്ടടുത്ത് വന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഏലിക്കുട്ടിയമ്മ ഉണ്ട്. ആദ്യം ഇതേ പുറത്ത് തന്നെ നിലത്ത് കിടപ്പുണ്ട്. ഞാനും ആദ്യം കൂടെ നിലത്താട്ട കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ കുഞ്ഞാവിടെ അടുത്തൊന്നും വെച്ചുണ്ടാക്കാൻ പാടില്ല. ആ കരിഞ്ഞ പക്ഷെ അവൾ ഒന്ന് ഉണരണം കേട്ടോ. കുറേ നേരം ഉറങ്ങാൻ തുടങ്ങിയിട്ട്.
അപ്പോൾ പാലൊക്കെ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഉണർത്താൻ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അങ്ങനെ ഓ അത് ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. നീച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.